ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അയല എന്ന് പറയുന്ന ഒരു മത്സ്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതുമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതുമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അയലയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 അയല ഇവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള ഓരോ പ്രക്രിയകൾ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കാണണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കുന്ന രീതിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് ഈ അയലയെല്ലാം ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് പീസാക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ അയല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ വറക്കാൻ നേരമൊക്കെ ഇങ്ങനെ വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേണ്ട ഈ കറിവേപ്പില നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കറിവേപ്പില ഇതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഈ നമ്മളിങ്ങനെ ഊർത്തിയെടുക്കുന്നൊന്നുമില്ല, തണ്ടോട് കൂടി തന്നെ നമ്മൾ ഈ അയലയുടെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് ഇത് നിറച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അപ്പോൾ കറിവേപ്പില വേണം, അതുപോലെ തന്നെ മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ തക്കാളി, തൈര്, സവോള കൊത്തിയരിഞ്ഞത്. നമ്മൾ സുഹാനയുടെ ചിക്കൻ ബിരിയാണിയുടെ ഒരു മസാലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയും കൂടെ നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ സുഹാനയുടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു മസാല പാക്കറ്റാണ് ഇത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ഇത് നല്ല സൂപ്പർ മസാലയാണ്. കാരണം ചിക്കൻ കറി വെക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മൾ ഈ ഒരു ഫിഷ് വെന്താലുവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പാക്കറ്റിന് ഏകദേശം ഒരു 40 രൂപയോളം വില വരുന്നതാണ്. അപ്പോൾ അത്രയും വിലയേ ഉള്ളൂ. നമ്മൾ ഇപ്പം മസാല പാക്കറ്റ് വാങ്ങിച്ചാലും ഏകദേശം അത്രയൊക്കെ വിലയാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം, അങ്ങനെ നമ്മൾ പല ഐറ്റംസും ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മസാല മാത്രം നമുക്ക് ചേർത്താൽ മതി. ബാക്കി കാരണം ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു മസാല മാത്രം നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേ മസാല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ മസാല ഞാനിങ്ങോട്ട് ഇടാൻ പോവാണേ. അപ്പോൾ നിങ്ങൾ മസാലയിലേക്കൊന്ന് ശ്രദ്ധിച്ചോണേ. കാരണം സാധാരണ മസാലപ്പൊടി പോലെയാണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഉണ്ടോ, ഇതാണ് മസാലപ്പൊടി. ഉണ്ടോ, ഇത് മസാലപ്പൊടിയാണ്. ഇതിനകത്ത് ഉണ്ടോ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ല പൊടിഞ്ഞിട്ടല്ല, ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് പകുതി സാധനങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മസാലയുടെ കണ്ട്. ഈ മസാല ഇട്ടപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു മണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തേക്ക് നമ്മളത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ചേർക്കാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ മസാല ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കാരണം ഈ ഒരു മസാലയ്ക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ഈ ഒരു കൂട്ട് നമ്മൾ മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇതേ അയലക്കുട്ടന്മാരൊക്കെ ഈ തൈര് മസാല മിക്സിനകത്ത് നന്നായിട്ട് മുങ്ങിയിരിക്കുവാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് നേരം നമ്മളിത് വെക്കുന്നു. ഒരു 10-15 മിനിറ്റ് നമ്മൾ വെക്കുവാണെങ്കിൽ ഇതിലോട്ട് മസാല ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കും. ഏകദേശം ഒരു 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു മസാല നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഞങ്ങളിത് വാങ്ങിയത് ഓൺലൈൻ വഴിയാണ്. അയല ഷാഡോ ഫ്രൈ ചെയ്തത് 3 നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വറുത്തെടുത്ത് വെച്ച എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുന്നത്. ഇതിന് പ്രത്യേക ഉപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ആ ഒരു മസാലയ്ക്കകത്ത് എല്ലാ ഐറ്റവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മസാല മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ അധികം ഉപ്പൊന്നും കാണുകയില്ല. അപ്പോൾ നമ്മൾ ഉപ്പില്ലെന്നൊക്കെ വീണ്ടും ഉപ്പ് ചേർക്കരുത്, കാരണം ഇതൊന്ന് റെഡിയായി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഉപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മസാലയ്ക്കകത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഉള്ളതാണ്. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയോ കുറച്ച് മുന്നോട്ട് നിൽക്കണമെന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഈ വഴറ്റുന്നതിനകത്ത്. നമുക്ക് തക്കാളിക്കായും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഈ സബോള അരിഞ്ഞതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നല്ല പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേണ്ട ഈ തൈരിൻ്റെ ഒരു മിശ്രിതം ഉണ്ടായിരുന്നല്ലോ ആദ്യം നമ്മൾ പരത്തിയത്, അപ്പോൾ അതിൻ്റെ മിച്ചം ഉണ്ടായിരുന്ന അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് ഗ്രേവി വെച്ചു. അപ്പോൾ നമ്മുടെ ഷാഡോ ഫ്രൈ ചെയ്ത അയല നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. അപ്പോൾ ഇലയൊന്നും കീറിപ്പോകാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കെട്ടിയെടുക്കണം. അപ്പോൾ ഇല വാട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കുവാണെങ്കിൽ അങ്ങനെ ഇലയൊന്നും പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഇത് കെട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഇതേ വാഴനാരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഇതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അപ്പച്ചെമ്പിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ദേ ഈ ആവി വരുന്ന ഇതിനകത്തേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം.
അപ്പോൾ അയല വെന്താലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആഹാ. അപ്പോൾ നമ്മളിത് ഈ അയല വെന്താലുവിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ പുതിയ കഴിച്ചതേ ഉള്ളൂ, നല്ല ചൂടോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുക്കാം കേട്ടോ. വാവ്. അപ്പോൾ ഇതേ നമ്മൾ നല്ല ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മളൊരു കഷ്ണം മീനും ദോശയും കൂടി എടുത്തിട്ടുണ്ട്. ഇന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്, സൂപ്പർ. അപ്പോൾ ഈ അയലക്കറിയൊക്കെ വെച്ച് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ച അഭിപ്രായം പറയുന്നത് ശരിയല്ലോ. അപ്പോൾ നമുക്ക് പപ്പായും മമ്മിക്കും ഒക്കെ കൊടുത്ത് അവരുടെ അഭിപ്രായം കൂടി അറിയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. എല്ലാവരും വാ വിളിച്ചോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.